വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ നമുക്കൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വീണ്ടും ദൈവവചനത്തിന്റെ മുൻപിൽ ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഒരു നിമിഷം ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാ ശുശ്രൂഷകളുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തിയോടെ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതങ്ങൾ പൊതിയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പെരുമഴ പെയ്തിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കാലഘട്ടത്തിൽ അഭിഷേകത്താൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഉണർത്തണമേ, സമൂഹങ്ങൾ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തി കത്തി പടരണമേ, എല്ലാ തലങ്ങളിലും അഭിഷേകമായി ചലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ ആലോചന, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് ഇന്ന് പഠിപ്പിക്കാനായി പോകുന്നത്. പാപം വരുത്തുന്ന വിനാശത്തെ കുറിച്ചാണ് തിരുവചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവിതത്തിന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു. പാപത്തിന്റെ ഭയാനകത, പാപത്തിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളായ നമ്മൾ ഒരിക്കലും പാപത്തെ നിസാരമായി കാണരുത്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അവിടെ ദൈവമായ കർത്താവ് തന്റെ ശുശ്രൂഷകനായ ജോഷുവയെ നോക്കിക്കൊണ്ട് അരുളി ചെയ്തു, ജോഷുവ, ജെറീക്കോ പട്ടണത്തെയും അതിലെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. മോശ മരിച്ചു. മോശയുടെ മരണശേഷം ദൈവം മോശയുടെ സേവകനും കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ജീവിച്ചവനുമായ ജോഷുവയെ ഇസ്രായേൽ ജനത്തിന്റെ നായകനാക്കി ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ആ ജോഷുവയുടെ ദൈവം പറയാണ്, ജെറീക്കോ പട്ടണത്തിലെ അതിൽ രാജാവിനോട് യുദ്ധവീരന്മാരോടും കൂടെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് ഒരു പ്രത്യേകമായ മുന്നറിയിപ്പ് ജോഷുവയിലൂടെ തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ്. ഇന്നും ദൈവവചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ, കർത്താവിന്റെ പ്രിയപ്പെട്ട അഭിഷിക്തരിലൂടെ ദൈവം ഇതുപോലെ പല മുന്നറിയിപ്പുകളും എനിക്കും നിങ്ങൾക്കും നൽകുന്നുണ്ട്. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത്, നമ്മൾ നിസ്സാരമായി കാണരുത്. പലപ്പോഴും കർത്താവിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനേകം പരാജയങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും കാരണമെന്ന് തിരുവചനത്തിലുള്ള പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ ദൈവം വീണ്ടും പറഞ്ഞു, ജോഷുവയുടെ പുസ്തകം അവിടെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് ദൈവം പറഞ്ഞത്? 18-ാമത്തെ തിരുവചനത്തിൽ, നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്ന്
നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. ഇത് ദൈവത്തിന്റെ വാണിംഗ് ആയിരുന്നു. ഇത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. നശിപ്പിക്കപ്പെടേണ്ട ജെറിക്കോ പട്ടണത്തിൽ നിന്ന് ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഒന്നും എടുക്കരുത്. നിങ്ങൾക്ക് പലതും എടുക്കാൻ തോന്നും, പലതും ആകർഷകമായി തോന്നും, പലതും സ്വന്തമാക്കാനുള്ള ആഗ്രഹമുണ്ടാകും. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങൾ എടുക്കരുത്. എടുത്താൽ നിങ്ങളുടെ കൂടാരങ്ങളിൽ നാശം വരും, നിങ്ങളുടെ ജീവിതങ്ങളിൽ പരാജയം ഉണ്ടാകും, നിങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കും. ഇത് ദൈവം ഒരു മുന്നറിയിപ്പായിട്ട് കൊടുത്തു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാം? നമുക്കറിയാം, വലിയ പട്ടണമായ ജെറിക്കോയെ ഇതാ ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം അവർക്ക് പൂർണ്ണമായ വിജയം കൊടുത്തു. ദൈവശക്തി ജെറിക്കോ കോട്ടയുടെ മേൽ വ്യാപരിച്ചു. ജെറിക്കോ കോട്ട നിലംപതിച്ചു. ദൈവത്തിന്റെ ജനം ആ കോട്ട കൈയടക്കി. അവർ വളരെ ആനന്ദത്തോടെ നൃത്തം ചെയ്ത് കർത്താവിനെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, അവന്റെ പേരാണ് ആഖാൻ. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും ഈ ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ജീവിതങ്ങളെയും പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ആഖാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ആഖാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. തനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പാപം ചെയ്തത്. പക്ഷെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ആഖാൻ തെറ്റിച്ചു, അല്ലെങ്കിൽ ആഖാൻ ലംഘിച്ചു എന്നല്ല പറയുന്നത്, ഇസ്രായേൽ ജനം ലംഘിച്ചു. പ്രിയ ദൈവമക്കളെ, പാപത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമായ തലം, 2 സമൂഹപരമായ തലം. ഒരു സാമൂഹിക വശം കൂടി പാപത്തിനുണ്ട്. പാപം ഒന്നാമത് വ്യക്തിപരമായി നമ്മെ സ്വാധീനിക്കുന്നു. രണ്ടാമത് അത് നമ്മളായിരിക്കുന്ന കുടുംബത്തെ, കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ സമൂഹത്തെ അത് സ്വാധീനിക്കും. നമുക്കറിയാം, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അകൃത്യം, ആ മനുഷ്യന്റെ ദുരാഗ്രഹം മൂലം നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ, ആ വേൾഡ് വാറിലൂടെ എന്ത് സംഭവിച്ചു? ലോകത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, ലോകത്തിൽ ഒരുപാട് നാശമുണ്ടായി. ഒരു വ്യക്തിയുടെ അനുസരണക്കേട് മൂലം, ഒരു വ്യക്തിയുടെ തിന്മ മൂലം, ഒരു വ്യക്തിയുടെ അവിഹിതമായിട്ടുള്ള വേഴ്ചകൾ മൂലം, ഒരു വ്യക്തിയുടെ അകൃത്യം മൂലം ആ വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തിയുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, ആ വ്യക്തിയുമായി ചുറ്റിപ്പെട്ട് നിൽക്കുന്ന അവന്റെ ബന്ധങ്ങളിൽ, അവന്റെ സമൂഹത്തിലെല്ലാം വലിയ നാശങ്ങളും വിപത്തുകളും ഉണ്ടാകുന്നത് ഈ കാലഘട്ടങ്ങളിൽ, ഈ കാലയളവിലും നമുക്കൊക്കെ കാണാൻ പറ്റുന്നില്ലേ? മദ്യപാനം മൂലം എത്ര ആ വ്യക്തി മാത്രമല്ല തകരുന്നത്, എത്ര കുടുംബങ്ങളെ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആക്കാൻ പാപം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനം പാപം ചെയ്തു. എന്ത് സംഭവിച്ചു? ദൈവം നൽകിയ മുന്നറിയിപ്പിനെ അവർ അനുസരിച്ചില്ല. ദൈവത്തിന്റെ വാക്കുകളോട് അവർ വിശ്വസ്തത പുലർത്തിയില്ല. അവർ അനുസരണക്കേട് കാണിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പല പരാജയത്തിന്റെയും തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും നൊമ്പരങ്ങളുടെയും ഒരു പ്രധാന കാരണം ദൈവത്തോടുള്ള അനുസരണക്കേടാണ്, ദൈവവചനത്തോടുള്ള മറുതലിപ്പാണ്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഈ ആക്കാൻ അതെടുത്ത് അവന്റെ കൂടാരത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. അതിൽ നിന്ന് കുറെ സ്വർണ്ണക്കട്ടികളും തങ്കക്കട്ടികളും വെള്ളിക്കട്ടികളെല്ലാം എടുത്ത് അവന്റെ കൂടാരത്തിൽ അവന്റെ ഭാര്യയോടോ മക്കളോടോ കൂട്ടുകാരോടോ അവന്റെ പ്രിയപ്പെട്ടവരോടോ ഒന്നും അവൻ പറയാതെ അവന്റെ കൂടാരത്തിൽ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു. ഈ സമയത്ത് ഇസ്രായേൽ ജനം തുള്ളിച്ചാടി ആടിപ്പാടി അവിടെ യഹോവയായ ദൈവത്തെ അവർ പാടി ആരാധിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുക. ആയി എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. ഈ ആയി പട്ടണം ഒരു വളരെ ചെറിയൊരു പട്ടണമാണ്. ഈ പട്ടണത്തോട് യുദ്ധം ചെയ്യാനായിട്ട് ഇസ്രായേൽ ജനം പോവുക. ഈ പോണ സമയത്ത് ഇസ്രായേലിലെ മൂപ്പന്മാരെ ജോഷുവയോട് പറയും, ജോഷുവ, ഇത്രയും വലിയ ജെറിക്കോ പട്ടണം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് ആയി പട്ടണത്തോട് യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ഇത്രയും പേരൊന്നും പോകേണ്ട ആവശ്യമില്ല, 2000-3000 പേര് മാത്രം പോയാൽ മതി. അങ്ങനെ അവിടെ വാക്ക് കേട്ട് ജോഷുവ 2000-3000 വരുന്ന പട്ടാളക്കാരെ ആയി പട്ടണത്തിലോട്ട് വിടുകയാണ്. എന്നാൽ ഈ ആയി പട്ടണ നിവാസികൾ എന്ത് ചെയ്തു എന്നറിയോ? അവർ ഈ പട്ടാളക്കാരെ തുരത്തി ഓടിച്ചു എന്ന് മാത്രമല്ല, 36 പട്ടാളക്കാരെ അവർ കൊല്ലുകയാണ്.
അങ്ങനെ ചെറിയ പട്ടണമായ, ഒരു കൊച്ചു പട്ടണമായ ആയിയുടെ മുൻപിൽ ഇതാ ദൈവത്തിന്റെ സ്വന്തം ജനം പരാജയപ്പെടുകയാ. ജനം ഭയചകിതരായി. അവർ ആട്ടും പാട്ടും ഉല്ലാസമൊക്കെ നിന്നു. അവർ ആകമാൻ അസ്വസ്ഥരായി. ജനം പേടിച്ചു വിറച്ചു. ഇത് കണ്ട ജോഷുവ കർത്താവിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീഴുകയാ. അവൻ വസ്ത്രം കീറി ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കിടക്കുകയാ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, പരാജയം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ നീ ദൈവത്തിന്റെ മുമ്പിൽ ഇതുപോലെ വീഴാൻ പറ്റണം. നമ്മളെ കളിഷാപ്പിലേക്കല്ല ഓടേണ്ടത്, തെറ്റായ ബന്ധങ്ങളിലേക്കല്ല പോകേണ്ടത്, അവരോട് ഇവരോടുമല്ല പറയേണ്ടത്. പറയേണ്ടവനോട് പറ നിന്റെ വേദന, നിന്റെ ദുഃഖം, നിന്റെ പരാജയം. ഇവിടെ ജോഷുവ അതാ ചെയ്തത്. ദൈവത്തിന്റെ മുൻപിൽ അവൻ സാഷ്ടാംഗം വീണു. അവൻ വാവിട്ട് കരഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ജോഷുവയുടെ പുസ്തകം അവിടെ 6-ാം തിരുവചനത്തിൽ വചനം പറയാ, സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ അവൻ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. അവൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് ഞങ്ങൾ പരാജയപ്പെടുവാനുള്ള കാരണം? ഈ തകർച്ചയുടെ കാരണം എന്താ? വാക്യം 10 വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവം ജോഷുവയെ വിളിച്ചു, ജോഷുവ, നീ എന്തിനാണ് എന്റെ മുൻപിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത്? കണ്ടോ, ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം കാണിച്ചു തരും, വഴികൾ കാണിച്ചു തരും, പുതിയ വാതിലുകൾ ദൈവം തുറന്നു തരും. ഈ പരാജയത്തിന്റെ, ഈ തകർച്ചയുടെ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ യഥാർത്ഥ തലങ്ങൾ ദൈവം കാണിച്ച് അതിനുള്ള ഉത്തരം ദൈവം തന്നെ തരും. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ അഭിഷേകത്തോടെ കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ജോഷുവ, നീ എഴുന്നേൽക്ക്. നീ എന്തിനാണ് എന്റെ മുൻപിൽ ഇതുപോലെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത്? ദൈവം പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഓരോ കുടുംബം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ, അപ്പച്ചന്മാരെ, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് തകർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബം നേരിടുന്ന പരാജയത്തിന്റെ യഥാർത്ഥമായ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഇതുപോലെ വീണ് കിടക്കുവാൻ, ദൈവത്തിന് മുമ്പിൽ ഇതുപോലെ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ റൂട്ടിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കും. പരിശുദ്ധാത്മ ഉത്തരം തരും. ഇവിടെ ജോഷുവയുടെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനം പാപം ചെയ്തു, അവരെന്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല ദൈവം പറഞ്ഞു, ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ ജെറിക്കോ പട്ടണത്തിൽ പലതും എടുത്ത് അവരുടെ സാധനങ്ങളോട് കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ എടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു ദൂത് വെളിപ്പെടുന്നുണ്ട് ദൈവമക്കളെ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് നിശ്ചിതമായ വസ്തുവകകളുണ്ടോ? ദൈവം ആഗ്രഹിക്കാത്ത വസ്തുക്കൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ? ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങള്, ദൈവം ആഗ്രഹിക്കാത്ത ഇടപാടുകള്, ദൈവം ആഗ്രഹിക്കാത്ത വ്യാപാരങ്ങള്, ദൈവം ആഗ്രഹിക്കാത്ത സംസാര രീതികള്, ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള അവിഹിത വേക്ഷകള്, ദൈവം ആഗ്രഹിക്കാത്തുള്ള കാഴ്ചകള്, ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ശ്രവണങ്ങള്, ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള സ്പർശനങ്ങള് നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന് വിശുദ്ധമാണോ? നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന് വിശുദ്ധമാണോ? പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം പരാജയങ്ങളുടെയും തകർച്ചകളുടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും കാരണം ഈ വചനത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാ. ദൈവത്തിന് നിശ്ചിതമായത് പലതും നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെന്നേ, നമ്മുടെ ജീവിതങ്ങൾ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. ഇത് മാറ്റാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയില്ല, കർത്താവ് ഇടപെടുകയില്ല, കർത്താവ് പ്രവർത്തിക്കുകയില്ല. ഇന്ന് ഒത്തിരിയേറെ ദൈവമക്കൾ ചോദിക്കുന്നുണ്ട്, സഹോദര, എന്തുകൊണ്ട് ദൈവം ഇടപെടാത്തത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, പക്ഷെ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ദൈവം നമ്മോട് ചോദിക്കുക, എനിക്ക് നിശ്ചിതമായത് നിന്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് നിശ്ചിതമായ പ്രവർത്തികൾ, വസ്തുവകൾ നിന്റെ കുടുംബാന്തരീക്ഷത്തിലുണ്ടോ? എടുത്തു മാറ്റേ. ഞാൻ പ്രവർത്തിക്കും, ഞാൻ വിജയം നൽകും, ഞാൻ സുഖപ്പെടുത്തും, ഞാൻ അനുഗ്രഹം വർഷിക്കും, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. ഇത് ദൈവത്തിന്റെ വാക്കുകളാ ദൈവമക്കളെ, ഇത് ദൈവത്തിന്റെ സ്വരമാ, ഇത് ദൈവത്തിന്റെ സ്വരമാ. നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം പറഞ്ഞു, ജോഷുവ,
നീ ഇങ്ങനെ വീണ് കിടന്നുകൊണ്ടൊന്നും കാര്യമില്ല, നീ ഇങ്ങനെ അലമൂറിയിട്ട് കരഞ്ഞതുകൊണ്ടും കാര്യമില്ല. നിശ്ചിത വസ്തുക്കൾ മാറ്റി. ചിലപ്പോ കർത്താവ് പറയും നിർത്ത് നിന്റെ പ്രാർത്ഥന. ദൈവം പറയാത്, ദൈവം തന്നെ പറയുന്നത്. നമ്മൾക്ക് ചിലപ്പോൾ തോന്നും പ്രാർത്ഥിക്കാൻ പറയുന്ന ദൈവം നമ്മളോട് പ്രാർത്ഥന നിർത്താൻ പറയും. ഇവിടെ അതാ പറഞ്ഞത്, നീ നിന്റെ പ്രാർത്ഥന നിർത്ത്, മതി നീ പ്രാർത്ഥിച്ചത്, നീ എന്തിനെ വീട് കിടക്കണേ, എഴുന്നേൽക്ക്. ദൈവം പറഞ്ഞു നിഷിദ്ധ വസ്തുക്കൾ മാറ്റേ, നിഷിദ്ധമായ പ്രവൃത്തികൾ മാറ്റേ. അതുകൊണ്ട് സുഭാഷിത പുസ്തകത്തിൽ വചനം പറയുന്നത്, വചനം വകവെക്കാത്തവന്റെ പ്രാർത്ഥന വെറുപ്പുളവാക്കുന്നു. വചനത്തനുസരിക്കാതെ നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചാലും സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരില്ല. ദൈവമക്കളെ, സ്വർഗം ആ പ്രാർത്ഥനയുടെ നേരെ ചലിക്കില്ല. ആരൊക്കെ വചനത്തനുസരിക്കുന്നുവോ, ആരൊക്കെ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നുവോ, അവരുടെ പ്രാർത്ഥനകൾക്കാണ് സ്വർഗം മറുപടി നൽകുന്നത്. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെടാത്തതിന്റെ ഒരു കാരണം ഇവിടെ വെളിപ്പെടുകയാണ്. നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ, നമ്മുടെ ഹൃദയം കലങ്ങണ്ട. ഇത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ കരുത്താർജിക്കാനാ, നമ്മൾ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാനാ, നമ്മൾ കൂടുതൽ അഭിഷേചിതരായി തീരാനാ, നമ്മൾ കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാനാ. ദൈവം തന്റെ വചനത്തിലൂടെ ഈ അഭിഷിക്ത ദൂത് എനിക്കും നിങ്ങൾക്കും പകർന്നു നൽകുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ സമയം നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, ആഖാൻ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക. അവനെ അനുദപിക്കുവാനും ഈ തെറ്റ് ജോഷുവോട് ഏറ്റുപറയുവാനുമുള്ള അവസരമുണ്ട്. അവൻ മിണ്ടുന്നില്ല, അവൻ അനങ്ങുന്നില്ല. എന്നാൽ ദൈവം ജോഷുവോട് പറയും, ഈ പ്രശ്നത്തിന് ദൈവം ഇനി ഉത്തരം കൊടുക്കാൻ പോവാ. വാക്യം 14 വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, ദൈവം ജോഷുവോട് പറയും, ജോഷുവ, നീ നാളെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു കാര്യം നീ ചെയ്യണം. നീ ഇസ്രായേൽ ജനത്തെ വിളിക്കണം, ഗോത്രം ഗോത്രമായി കുലം കുലമായി അവരെ നീ മാറ്റി നിർത്തണം. ആ ഓരോ കുലങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങളെ പ്രത്യേകമായി നീ വേർതിരിക്കണം. അങ്ങനെ ഗോത്രം ഗോത്രമായി കുലം കുലമായി ഇസ്രായേൽ ജനത്തെ ജോഷുവ വിളിച്ചു വരുത്തി. അതിൽ നിന്ന് കുടുംബങ്ങളെ വേർതിരിച്ചു. പ്രത്യേകമായി ദൈവത്തിന്റെ വചനം പറയുകയാണ് 17ാമത്തെ വാക്യത്തിൽ, ആ സമയത്ത് അവൻ സേരാ കുലത്തെ മാറ്റി നിർത്തി. അങ്ങനെ സേരാ കുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി. അതിൽ നിന്ന് സെബദി കുടുംബത്തെ വേർതിരിച്ചു. സെബദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. ഇങ്ങനെ ഗോത്രങ്ങളെയും കുലങ്ങളെയും കുടുംബങ്ങളെയും മാറ്റി നിർത്തുന്നതെല്ലാം ആഖാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ആഖാന് പറയാം, ജോഷുവ പിതാവേ, ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ദൈവസന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തു, ഞാൻ കർത്താവിന്റെ കൽപ്പന ലംഘിച്ചു എന്ന് പറഞ്ഞ് അവനെ പാപം ഏറ്റുപറയാം, അവന്റെ തെറ്റ് ഏറ്റുപറയാം. പക്ഷെ അവൻ മിണ്ടുന്നില്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, പാപം പാപമാണെന്ന് അറിഞ്ഞിട്ടും തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപേക്ഷിക്കാതെ ഏതെങ്കിലും പാപത്തെ തെറ്റിനെ ഞാൻ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, തോബിത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിച്ചു, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുകയാ. അത് നമ്മളെ നാശത്തിലേക്കും പരാജയത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കും നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ആഖാൻ ഒന്നും പറയുന്നില്ല. ജോഷയ്ക്ക് കാര്യം മനസ്സിലായി. ജോഷ് ആഖാനോട് ചോദിച്ചു, എന്താ ചോദിച്ചെന്നറിയോ? അവൻ പറഞ്ഞു, എന്റെ മകനെ. ജോഷ വിളിച്ചു, എന്റെ മോനെ, നീ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്താണ് ചെയ്തെന്ന് എന്നോട് പറയുക. ഈ സമയത്ത് ആഖാൻ പറഞ്ഞു, 21ാമത്തെ വാക്യം, കൊള്ള വസ്തുക്കളുടെ കൂടെ ഞാൻ 200 ശക്കൽ വെള്ളിയും 50 ശക്കൽ സ്വർണമുള്ള സ്വർണ്ണ കട്ടി ഞാൻ കണ്ടു. എനിക്ക് മോഹം തോന്നി, ഞാനതെടുത്തു. എന്താ ഉണ്ടായെന്നറിയോ? പാപം വരുത്തുന്ന വിനാശം. എന്ത് സംഭവിച്ചു? അത് ആഖാനെ മാത്രമല്ല സ്വാധീനിച്ചത്. ദൈവത്തിന്റെ വചനം പറയാ, ഇതാ ആ കുടുംബം മുഴുവൻ പിടിക്കപ്പെടുകയാണ്. ആ കുടുംബം മുഴുവൻ പിടിക്കപ്പെടുക. ആഖാനെയും അവന്റെ ഭാര്യയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും അവന്റെ സകല വസ്തുവകകളെയും അവർ പിടിച്ച് ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് 25ാമത്തെ വാക്യം, അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും അവന്റെ കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയായി. അങ്ങനെ ആ കുടുംബം മുഴുവൻ നശിച്ചു പോവുകയാണ്. ആ കുടുംബം മുഴുവൻ തകർന്നു പോവുകയാണ്. ഒരു വ്യക്തിയുടെ പാപം, ഒരു വ്യക്തി ചെയ്ത അനുസരണക്കേട് എന്തോരം വലിയ ദുരന്തമാണ്, വിനാശമാണ് വരുത്തി വെച്ചത്. ദൈവമക്കളെ, കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിന്റെ മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കുക. ഈ ആഖാൻ ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടോ? ഈ ആഖാൻ എന്റെ ജീവിതത്തിൽ മറഞ്ഞിരിപ്പുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർക്കും എന്റെ കൂടെ നിൽക്കുന്നവർക്കും
ഞാനുമായി ബന്ധപ്പെടുന്നവർക്ക് പോലും അറിയാത്ത ചില രഹസ്യ പാപങ്ങൾ, ചില രഹസ്യമായ പ്രവർത്തികൾ എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ദിവസം നമ്മെ നാശത്തിലേക്ക്, നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ വലിയ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വചനത്തിന് മുൻപിൽ ഒരു പുതിയ തീരുമാനമെടുക്കുക. ഞാനൊരു യഥാർത്ഥ ദൈവ പൈതലായി തീരും, ഞാൻ കർത്താവിന് പ്രീതികരമുള്ളവളായി ഞാൻ ജീവിക്കും. ഈ ഒരു തീരുമാനത്തോടെ, സമർപ്പണത്തോടെ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഒരു വിശുദ്ധ യാഗമായി കർത്താവിന് സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥാ. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ കർത്താവ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തടസ്സമായി നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമുള്ള ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ എല്ലാ പ്രവൃത്തികളെ ഓർത്തും, വന്നുപോയ എല്ലാ തെറ്റുകളെ ഓർത്തും, അപരാധങ്ങളെയും അകൃത്യങ്ങളെ ഓർത്ത് ദുഃഖമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. കർത്താവേ, നാളിതുവരെ അവിടുത്തെ പരിശുദ്ധിക്ക് നിരക്കാത്തതായി എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ സംഭവിച്ചു പോയ നിരവധിയായ അകൃത്യങ്ങളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത് അനുഭവിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുടുംബത്തിന് മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുവാൻ, നമ്മുടെ പല പരാജയങ്ങളുടെയും നമ്മൾ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കർത്താവ് കാണിക്കുകയായിരുന്നു. ആ തലങ്ങളെല്ലാം ഓർത്ത് അനുതപിച്ചു പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ദിവികാരുണ്യനാഥന്റെ മുൻപിലേക്ക് യാചനപുറം തുറന്നു പിടിച്ച് വലിയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പാപത്തിന് കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ ബന്ധനത്തിനും മുഖങ്ങളും ഒടിഞ്ഞു മാറട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അനന്തമായ കരുണ, അവന്റെ കൃപ നദിപോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ്. കർത്താവ് പകരുന്ന ഈ കരുണ, അവന്റെ സ്നേഹം, അവന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരം നീട്ടണമേ, സൗഖ്യമാക്കണമേ. ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഇതാ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരൊക്കെ അവന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നുവോ അവർ ലജ്ജിതരാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആരെല്ലാം ദൈവത്തിന്